ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 6ാമത്തെ പാഠഭാഗമായിട്ടുള്ള മൾട്ടിപ്ലൈസ് ആൻഡ് ഫാക്ടേഴ്സ് എന്നുള്ള പാഠഭാഗമാണ്. ഇംഗ്ലീഷ് മീഡിയമാണ്. ഓൾറെഡി മലയാളം മീഡിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഫുൾ ചാപ്റ്റർ നമ്മളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. മൾട്ടിപ്ലൈസ് ഓഫ് മൾട്ടിപ്ലൈസ് എന്താണ്? ഗുണിതങ്ങളുടെ ഗുണിതം. വി ഹാവ് ലേൺഡ് അബൌട്ട് മൾട്ടിപ്ലൈസ് ഇൻ ദ ലെസൺ വിത്തിൻ നമ്പേഴ്സ് ഓഫ് ദ ക്ലാസ് 5 ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വിത്തിൻ നമ്പേഴ്സ് എന്നുള്ള പാഠഭാഗത്തിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലൈസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ദ മൾട്ടിപ്ലൈസ് ഓഫ് എ നാച്ചുറൽ നമ്പർ ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പർ വിത്ത് ദ നാച്ചുറൽ നമ്പർ 1, 2, 3. അപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുമ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് കിട്ടുന്നത്? അവിടെ ഒരു മൾട്ടിപ്ലൈസ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അവിടെ ആ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ മൾട്ടിപ്ലൈസ് ഓഫ് 2 ആർ ദ നമ്പേഴ്സ് 2, 4, 6 ഗോട്ട് ബൈ ദ മൾട്ടിപ്ലൈ ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 2. അഥവാ ഈ 2, 4, 6 എന്നിവ ഒക്കെ കിട്ടുന്നത് ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള 2 കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അഥവാ ഈ നമ്പേഴ്സൊക്കെ 2, 4, 6 എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ മൾട്ടിപ്ലൈസ് ആണ്. The multiplies of 3 and are the numbers 3, 6, 9 got by the multiply the natural numbers by 3. 3 എന്നുള്ള നാച്ചുറൽ നമ്പേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 3, 6, 9 എന്നുള്ള 3യുടെ മൾട്ടിപ്ലൈസ് കിട്ടുന്നത്. വാട്ട് ആർ ദ മൾട്ടിപ്ലൈസ് ഓഫ് 4? 4യുടെ മൾട്ടിപ്ലൈസ് ഏതൊക്കെയാണ്? ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? 4, 8, 12, 16, 20, 24, 28, 32, 36, 40 ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെയും ഇപ്പോൾ 1, 2, 3 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 3 ആണെന്ന് വിചാരിക്കുക. 1 × 3 = എത്രയാണ്? 3. 2 × 3 = 6. 3 × 3 = 9. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2ൻ്റെ മൾട്ടിപ്ലൈസ് ഏതൊക്കെയാണ്? 2ൻ്റെ മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നത് 2, 4, 6, 8, 10, 12, 14, 16, 18, 20. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 4 ആർ എമംഗ് ദ മൾട്ടിപ്ലൈസ് ഓഫ് 2. ഇപ്പോൾ ഇവിടെ 4ൻ്റെ മൾട്ടിപ്ലൈസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്താണ്? 2ൻ്റെ മൾട്ടിപ്ലൈസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 എന്ന് പറയുന്നത് എന്താണ്? 4ൻ്റെ മൾട്ടിപ്ലൈസും ആണ്, 2ൻ്റെ മൾട്ടിപ്ലൈസും ആണ്. 8 എന്ന് പറയുന്നത് 8 4ൻ്റെയും ആണ്, അതുപോലെ തന്നെ 2ൻ്റെയും ആണ്. 12 എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. 16 എന്ന് പറയുന്നതും അങ്ങനെയാണ്. 20 എന്ന് പറയുന്നതും അങ്ങനെയാണ്. ഇനി ഇത് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ ആ ഒരു മൾട്ടിപ്ലൈസ് ആയിട്ട് നമുക്ക് കിട്ടും. വൈ ഈസ് ദിസ് സോ? അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്? അതാണ് ഇവിടെ പറയുന്നത്. 4 = എന്ന് പറയുന്നത് എന്താണ്? 2 × 2 എന്ന് പറയുന്നതാണ് 4 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 4 ക്യാൻ ബി റിട്ടൺ ആസ് മൾട്ടിപ്ലൈസ് ഓഫ് 2 ഓൾസോ. അതുകൊണ്ട് തന്നെ 4ൻ്റെ അല്ലെങ്കിൽ 4ൻ്റെ മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നത് എപ്പോഴും 2ൻ്റെ മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നതാണ്. ഇവിടെ പറയുന്നുണ്ട് 1 × 4 = 4, 2 × 4 = 8, 3 × 4 = 12, 4 × 4 = 16, 5 × 4 = 20. Then 6 × 4 എത്രയാണ്? 6 × 4 = 24. Then 2 × 2 = 4, 4 × 2 = 8, 6 × 2 = 12, 8 × 2 = 16, 10 × 2 = 20. Then 11 × 2 = 22. So 24. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഈ ഒരു 4ൻ്റെ മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നത് 2ൻ്റെ മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതേപോലെ തന്നെ താഴെ പറയുന്നുണ്ട് സിമിലർലി 6 ഈസ് എ മൾട്ടിപ്ലൈസ് ഓഫ് ബോത്ത് 2 and 3. 6 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 6 എന്ന് പറയുന്നത് 2 × 3 ആണല്ലേ? 2 × 3 = എത്രയാണ്? 6 ആണ്. അതുപോലെ തന്നെ 3 × 2 = 6 ആണ്. പിന്നെ അടുത്തത് വരുന്നത് എവിടെയാണ്? 1 × 6 = 6 ആണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു മൾട്ടിപ്ലൈസ് ആണ് 6 എന്ന് പറയുന്നത്. അഥവാ 6 എന്ന് പറയുന്നത്
2ൻ്റെയും 3യുടെയും 6ൻ്റെയും മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നതാണ്. സോ എവറി മൾട്ടിപ്പിൾ ഓഫ് 6 ക്യാൻ ബി റിട്ടൺ ആസ് എ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വാട്ട് ഓൾ നമ്പേഴ്സ്. അപ്പോൾ ഈ സംഖ്യകളുടെയൊക്കെ മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്ന ഒന്നാണ് 6 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, 1 × 6 = 6 ആണ് അല്ലേ. 2 × 6 = 12, 3 × 6 = 18, 4 × 6 = 24, 5 × 6 = 30. ദെൻ 6 × 6 എത്രയാണ്? 6 × 6 = 36. ഇവിടെ നോക്കൂ, നമ്മൾ 2ൻ്റെ എടുക്കുകയാണെങ്കിൽ 3 × 2 = 6, 6 × 2 = 12. അഥവാ ഇതൊക്കെ ഇവിടെ എന്താണ് കോമൺ ഫാക്ടറായിട്ട് വരുന്ന സംഭവങ്ങളാണ്. 18, 24, 16 ഇതൊക്കെ ഇവിടെയും കോമൺ ആയിട്ട് വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ 3യുടെ ടേബിൾ എടുക്കുകയാണെങ്കിൽ 3യുടെയിലും കോമൺ ആയിട്ട് വരും. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായി, ഇതിനൊക്കെ കൂടിയായിട്ട് ജനറലി നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് ദ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ആർ മൾട്ടിപ്ലൈസ് ഓഫ് ദാറ്റ് നമ്പർ ഓൾസോ. അഥവാ ഒരു സംഖ്യയുടെ മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നത് ആ ഒരു മൾട്ടിപ്പിളിൻ്റെ ഗുണിതങ്ങളായിട്ട് വരുന്നതാണ്. ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് ദ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നതല്ല, ബാക്കി എല്ലാ മൾട്ടിപ്ലൈസും അതിൻ്റെ നമ്പറായിട്ട് വരുന്നതാണ്. നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വി ഹാവ് സീൻ ഇൻ ദ ക്ലാസ് വൈ ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മൾട്ടിപ്ലൈസ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ ടേംസ് ഓഫ് ഫാക്ടേഴ്സ്. ദ സെക്ഷൻ ഡിവിഷൻ ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് ദ ലെസൺ വിത്തിൻ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ എന്താണ് 5ാം ക്ലാസ്സിൽ തന്നെ ഇതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ളതാണ് കുറേ കാര്യങ്ങൾ, എന്താണിതെന്നും അതുപോലെ തന്നെ ഒരു സംഖ്യകൾ എങ്ങനെയൊക്കെയാണ് ഫാക്ടേഴ്സ്, ഡിവിഷൻ എന്താണ്, ഫാക്ടർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ സ്റ്റേറ്റ്മെൻറ്റ് 4 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. 4 എന്ന് പറയുന്നത് എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. ഇനി ഇത് തിരിച്ചും പറയാൻ വേണ്ടി പറ്റും അല്ലേ. 2 ഈസ് എ ഫാക്ടർ ഓഫ് 4 എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 2 ഈസ് എ ഫാക്ടർ ഓഫ് 4 എന്നും പറയാം. 4 ഈസ് എ മൾട്ടിപ്ലൈ എന്നും പറയാം. അഥവാ 4 ഈസ് എ മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 4 എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ് 4 എന്ന് പറയുന്നത്. ഇനി 2 എന്ന് പറയുന്നതോ അത് 4ൻ്റെ ഫാക്ടർ ആയിട്ട് വരുന്നതാണ്. 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 and 3. 6 എന്ന് പറയുന്നത് 2യുടെയും 3യുടെയും മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇനി 2 and 3 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 6ൻ്റെ ഫാക്ടർ ആയിട്ട് വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് എ നമ്പർ ആർ ഓൾസോ മൾട്ടിപ്ലൈസ് ഓഫ് എനി ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. ഒരു നമ്പറിൻ്റെ എല്ലാ മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നതും അതിൻ്റെ എന്താണ് ഫാക്ടറിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം 2 എന്ന് പറയുന്നത് 4 എന്ന് പറയുകയാണെങ്കിൽ 2 × 2 = 4 ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് എന്താണ് 2ൻ്റെ എന്താണ് 4 എന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, മൾട്ടിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ 4ൻ്റെ എന്താണ് 2 എന്ന് പറയുന്നത് 4ൻ്റെ ഫാക്ടറാണ്. ഓക്കെ, രണ്ടും കൂടി മാറിപ്പോവരുത്. ഇവിടെ നിങ്ങളിത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. 2 × 2 = 4 ആണ്. അവിടെ 4 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ്, അതുപോലെ 2 എന്ന് പറയുന്നത് ഫാക്ടറായിട്ട് വരുന്നതാണ്. ഇനി നമുക്കിവിടെ തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കാം. ഫോർ ഈച്ച് ഓഫ് മൾട്ടിപ്ലൈസ് ഗിവൺ ബിലോ ഫൈൻഡ് ദ അതർ നമ്പേഴ്സ് ആർ ദ മൾട്ടിപ്ലൈ ഓഫ്. ഇവിടെ താഴെ തന്നിട്ടുള്ളത് എന്താണ്? ഓരോന്നിൻ്റെയും മൾട്ടിപ്ലൈസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിയുള്ളത് നമ്മളടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈസ് ഓഫ് 8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8ൻ്റെ മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 8 എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? 8 എന്ന് പറയുന്നത് നമുക്കറിയാം 4 × 2 ആണല്ലേ. 4 × 2 = 8 ആണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 4ഉം 2ഉം ആണ്. ഇനി മൾട്ടിപ്ലൈസ് ഓഫ് 10 എന്ന് പറയുന്നതോ 5 × 2 ആണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈസ് എന്ന് പറയുന്നത് 5ഉം 2ഉം ആണ്. ഇനി 12 എന്ന് പറയുന്നത് ഏതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആണ്? ഒന്ന് 2 × 6 = 12 ആണ് അല്ലേ. അതുപോലെ തന്നെ 3 × 4 = 12 ആണ്. വേറെ ഏതെങ്കിലും 12 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഇവിടെ മൾട്ടിപ്ലൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും? 2, 6, 4, 3 ഇതൊക്കെയാണ് മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ,
Check whether each of the statement below is true or false. For true statement, explain why they are so. For the false statement, give an example in which is not true. ഇവിടെ എന്താണ് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് പറയണം, ഏതൊക്കെയാണ് ഫോൾസ് ആയിട്ടുള്ളത് അതും എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 20 ആർ മൾട്ടിപ്ലൈസ് ഓഫ് 10 എന്നാണ് പറയുന്നത്. 20യുടെ എല്ലാ മൾട്ടിപ്ലൈസും 10ൻ്റെയും മൾട്ടിപ്ലൈസ് ആണെന്ന് പറയുന്നു. ശരിയാണോ? നമുക്കറിയാം 20 എന്ന് പറയുന്നത് എന്താണ്, 2 × 10 ആണ് 20 എന്ന് പറയുന്നത്. ഇവിടെ 20 എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നുണ്ട്, ഏതൊക്കെയാണ് ഫാക്ടർ ആയിട്ട് വരുന്നത്, 10ൻ്റെ ഫാക്ടർ ആയിട്ട് വരുന്നതാണ് 20 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം അവിടെ, 10 is a factor of 20 എന്ന് എഴുതി കൊടുക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 10 ആർ മൾട്ടിപ്ലൈസ് ഓഫ് 2 എന്നാണ് പറയുന്നത്. എന്താണ്, 10ൻ്റെ എല്ലാ മൾട്ടിപ്ലൈസും 22ൻ്റെയും മൾട്ടിപ്ലൈസ് ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണ് ഇവിടെ ഫാക്ടറായിട്ട് വരുന്നത് എന്ന് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ 2 × 5 എന്ന് പറയുന്നതാണ് 10 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് മനസ്സിലായി 10ൻ്റെ ഫാക്ടറായിട്ട് വരുന്നതാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അവിടെ റീസൺ എന്ത് എഴുതി കൊടുക്കാം, 2 is a ഫാക്ടർ ഓഫ് 10 എന്ന് എഴുതി കൊടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നും കൂടെ എവിടെ കൊടുക്കുക. നെക്സ്റ്റ് വൺ നോക്കൂ. തേർഡ് വൺ ആണ് ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 50 ആർ മൾട്ടിപ്ലൈസ് ഓഫ് 5 എന്നാണ് പറയുന്നത്. 50ൻ്റെ എല്ലാ മൾട്ടിപ്ലൈസും എന്തിൻ്റെയും മൾട്ടിപ്ലൈസ് ആണ്, 5ൻ്റെയും മൾട്ടിപ്ലൈസ് ആണെന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 15 കിട്ടുന്നത് എങ്ങനെയാണ്, 3 × 5 ആണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായി, ഈ ഒരു ഫാക്ടർ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ റീസൺ എഴുതി കൊടുക്കുക, 5 is a factor of 15. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഫോർത്ത് വൺ ആണ് ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 50 ആർ മൾട്ടിപ്ലൈസ് ഓഫ് 3. എന്താണ് അടുത്തതായിട്ട് പറയുന്നത്, നമ്മുടെ ഇത് നേരെ തിരിച്ചാണ് പറയുന്നത് അല്ലേ. 50ൻ്റെ എല്ലാ മൾട്ടിപ്ലൈസും 3ൻ്റെയും മൾട്ടിപ്ലൈസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, 50ൻ്റെ എല്ലാ മൾട്ടിപ്ലൈസും 3ൻ്റെ മൾട്ടിപ്ലൈസ് ആണോ? എങ്ങനെ കണക്കാക്കാം, 15 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 3 × 5 = ആണ് 15 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഫാക്ടറായിട്ട് വരുന്നതാണ്, അതുകൊണ്ട് ഇത് ശരിയായിട്ടുള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ ട്രൂ ആണെന്ന് കൊടുക്കാം, എന്നിട്ട് എഴുതി കൊടുക്കാം 3 is a factor of 15. ഓക്കെ, 3 is a factor of 15 എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ഇനി ഫിഫ്ത്ത് വൺ നോക്കൂ. ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 5 ആർ മൾട്ടിപ്ലൈസ് ഓഫ് 50. 5യുടെ എല്ലാ മൾട്ടിപ്ലൈസും 50യുടെ മൾട്ടിപ്ലൈസ് ആണെന്നാണ് പറയുന്നത്. ശരിയാണോ? നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. നമുക്കറിയാം 5 എന്ന് പറയുന്നത് എന്താണ്, 1 × 5 = ആണ് 5 എന്ന് പറയുന്നത്. ഈ 5ൻ്റെ ടേബിളിൽ 15 വരുന്നുണ്ടോ? അല്ല, 15ൻ്റെ ടേബിൾ 5 വരുമോ? ഇല്ല. 1 × 15 = 15 എന്നാണ് ആദ്യം വരുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് വരില്ല, 15ൻ്റെ ടേബിളിൽ 5 വരില്ല. അത് നേരെ തിരിച്ചാണെങ്കിൽ വന്നിരുന്നു, പക്ഷേ ഇങ്ങനെ വരില്ല. അതുകൊണ്ട് ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് റീസൺ കൊടുക്കാം, 15 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 5 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അത് അതിൻ്റെ ഫാക്ടർ അല്ല എന്നുള്ളതാണ് അവിടെ റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾ മൾട്ടിപ്ലൈസ് ഓഫ് 3 ആർ മൾട്ടിപ്ലൈസ് ഓഫ് 15 എന്നാണ് പറയുന്നത്. എന്താണ്, 3ൻ്റെ എല്ലാ മൾട്ടിപ്ലൈസും 15ൻ്റെയും മൾട്ടിപ്ലൈസ് ആണെന്ന് പറയുന്നു. 3യുടെ മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ് കൂട്ടുകാരെ? 3യുടെ വരുന്നത് 3, 6, 9, 12, 15 ഇതൊക്കെയാണ് വരുന്നത് അല്ലേ. ഇനി ഇത് 3യുടെയാണ്. ഇനി 15 വരുന്നത് ഏതൊക്കെയാണ്? 50, അതുപോലെ തന്നെ 30, 45 എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ രണ്ടും സെയിം ആയിട്ട് വരുന്നുണ്ടോ? ഇപ്പോൾ 15 മൾട്ടിപ്ലിക്കേഷനിൽ 3 വരുന്നുണ്ടോ? 6 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എന്താണ് മനസ്സിലായി, ഇതിൻ്റെ ഫാക്ടറായിട്ട് വരുന്നതല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇതെന്താണ്, ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കുക, 15 എന്ന് പറയുന്നത് 15 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 3.
ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കൂട്ടുകാർ ക്ലിയർ ആയിട്ട് എഴുതുക. 3യുടെ ഫാക്ടർ അല്ല എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, ഒന്ന് ചിന്തിച്ചിട്ട് എഴുതാൻ ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് നേരെ താഴേക്ക് പോവാം. പ്രൈമറി ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. എ നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഫാക്ടർ ഇൻ ഡിഫറെൻറ്റ് വേസ്. എന്താണ്, ഒരു ഇതിൻ്റെ ഫാക്ടറാണ് ഡിഫറെൻറ്റ് വേയിൽ ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, 30 എന്ന് പറയുന്നത് ഏതിൻ്റെ ഒക്കെ ഫാക്ടറായിട്ട് വരുന്നതാണ്? 1 × 3 എന്ന് വരും, 2 × 15 എന്ന് വരും, 3 × 10 എന്ന് വരും, 5 × 6 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദ ഓർഡർ ഓഫ് ഫാക്ടേഴ്സ് ഇൻ ഈച്ച് ബട്ട് അറ്റ് ട്രൈവൽ. എന്താണ്, ഇവ ഓരോന്നിലും എന്താണ് ഫാക്ടറിൻ്റെ ക്രമം മാറി വരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും പ്രശ്നമില്ല, നമുക്ക് ഫാക്ടർ കറക്റ്റായിട്ട് വന്നാൽ മതി എന്ന് മാത്രം. Then what we write 30 as a product of 3 factors instead of 2. നമുക്ക് മനസ്സിലായി 30 എന്ന് പറയുന്നത് 2 എന്നുള്ളതിൻ്റെ അഥവാ 2 എണ്ണത്തിൻ്റെ ഫാക്ടറായിട്ട് വരുന്നതല്ല, 3 എണ്ണത്തിൻ്റെ ഫാക്ടറായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം നമുക്ക്? in 30 = 1 × 30 ആണെന്ന് അറിയാം. can split 30 in the right of equation 2 × 15 ആയിട്ടും വരാം. ആൻഡ് റൈറ്റ് 30 = 1 × 2 = 15 എന്നാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിനെയും കൂടെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. ഇനി but then we can simply rewrite each of the others using one as another factor. അപ്പോൾ നമുക്കറിയാം ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 2 × 3 = 5 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി വേറെ ഏതെങ്കിലും ഇതിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? is there any other way? why we can't we get smaller factor without using 1? അപ്പോൾ 1 എന്ന് ഉപയോഗിക്കാതെ ചെറിയ ഫാക്ടർ ആയതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കാത്തത്. സോ ഡസ് 2 ഹാവ് എനി ഫാക്ടർ അതർ ദാൻ 1 and 2? അപ്പോൾ ഈ 2ന് 1 ഉം 2 അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? 2 എന്നുള്ളത് ആൻസർ കിട്ടണമെങ്കിൽ നമുക്ക് ആകെ ഒരു വേ ഉള്ളൂ, 1 × 2 = 2 എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ എങ്ങനെയും നമുക്ക് 2 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടില്ല. ദിസ് ഓൾസോ ഫോർ 3 and 5 ഓൾസോ. ഇനി 3 എന്നുള്ളത് കിട്ടണമെങ്കിലോ 1 × 3 മാത്രമേ ഉള്ളൂ, 5 കിട്ടണമെങ്കിലും 1 × 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലായി 2, 3, 5 ഒക്കെ വേറൊരു കാറ്റഗറിയിൽ പെടുന്നതാണെന്ന് മനസ്സിലായി. Thus the only factors of each of the number 2, 3 and 5 are 1 and the number itself. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ 3 അതുപോലെ തന്നെ 2, 3, 5 എന്ന് പറയുന്ന നമ്പേഴ്സൊക്കെ എന്ത് കിട്ടിയാൽ മതി? അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 1 എന്നുള്ളത് മാത്രമാണ്, വേറെ ഏതും അതിൻ്റെ ഫാക്ടറായിട്ട് വരുന്നില്ല. സോ ക്യാൻ യു തിങ്ക് ഇഫ് എനി അതർ നമ്പർ ലൈക്ക് ദിസ്? ഏതെങ്കിലും നമ്പർ ഇതുപോലെ ഉണ്ടോ? 6 നമുക്ക് പറ്റുമോ? 6 പറ്റില്ല. കാരണം 1 × 6 = 6 ആണെന്ന് നമുക്കറിയാം. 2 × 3 = 6 ആണ്. അതുപോലെ തന്നെ 3 × 2 = 6 ആണ്. ഇതൊക്കെ 6 കിട്ടുന്നതാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ദെൻ എബൌട്ട് 7 എന്ന് പറയുന്നതോ? 7 എന്ന് പറയുന്നത് 1 × 7 മാത്രമേ നമുക്ക് 7 ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് അതേപോലെയുണ്ട്, അതാണ് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1, 2, 3, 5, 7, 11, 30, 17, 19. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ 1 കൊണ്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിട്ട് മാത്രമേ പറ്റുള്ളൂ, അഥവാ 1 കൊണ്ട് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 വിച്ച് ഹാസ് നോ ഫാക്ടർ അതർ ദാൻ 1 ആൻഡ് ഇറ്റ് സെൽഫ് ഈസ് കോൾഡ് എ പ്രൈം നമ്പർ. എന്താണ്? ഇപ്പോൾ ഒരു സംഖ്യ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് 1 മാത്രമേ അതിൻ്റെ എന്തായിട്ട് വരുന്നുള്ളൂ? ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. വേറെ ഒന്നിനേക്കാൾ വലിയ വേറെ ഒന്നുകൊണ്ടും അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പർ എന്ന് പറയുന്നത്. നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 വിച്ച് ആർ നോട്ട് പ്രൈംസ് ആർ കോൾഡ് എ കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇനി ഈ ഒന്നിനേക്കാൾ വലിയ സംഖ്യയാണ്, അത് മാത്രമല്ല ഇതിന് വേറെ ബാക്കിയുള്ളത് കൊണ്ടൊക്കെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്, അഥവാ ഭാജ്യസംഖ്യകൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ 6 എ കോമ്പോസിറ്റ് നമ്പർ. 6 നമ്മൾ പറഞ്ഞു ഈ വേയിലൊക്കെ നമുക്ക് 6 കിട്ടും, അതുകൊണ്ട് തന്നെ 6 എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് ഒക്കെയാണ്. When a number is written as the product of 2 factors and one of them is not a prime, then that factor can be again written as a product of 2 factors. This can be continued till all factors are prime. ഇപ്പോൾ നമ്മളൊരു ഇത് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു സംഖ്യയെ 2 സംഖ്യകളുടെ
മൾട്ടിപ്ലൈസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ അല്ലെങ്കിൽ മറ്റ് രണ്ട് സംഖ്യകളും ഉണ്ടെങ്കിൽ അതിനെ എന്തെഴുതാം, അതിനെ നമുക്ക് പ്രൈം നമ്പർ ആകുന്നത് വരെ നമ്മൾ ചെയ്തു നോക്കണം എന്നാണ് പറയുന്നത്. അതെന്താണ് നമ്മൾ ഇനി തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. Thus we have this general statement. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുകയാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? എനി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. ഏത് കോമ്പോസിറ്റ് നമ്പർ ആയിക്കോട്ടെ അതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രൈം ആയിട്ടാണ് പിരിച്ചെഴുതുക. പ്രൈം ആയിട്ടാണ് അതിൻ്റെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. then എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലെറ്റ്സ് സീ 16 ക്യാൻ ബി റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. എങ്ങനെയാണ് 16 എന്ന് പറയുന്ന ഒരു നമ്പറിനെ, അതെന്താണ് ഒരു കോമ്പോസിറ്റ് നമ്പർ ആണല്ലേ, അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രൈം നമ്പർ ആയിട്ട് എഴുതുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത്. ആദ്യം നമുക്കറിയാം 60 എന്ന് പറയുന്നത് 2 × 30 ആണല്ലേ. അതുപോലെ തന്നെ ഈ 30 എന്ന് പറയുന്നത് എന്താണ്, 2 × 15 ആണ്. 15 എന്ന് പറയുന്നത് 3 × 5 ആണ്. അതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ആദ്യം നമ്മൾ 16 എഴുതി കൊടുക്കുക. 16 എന്ന് പറയുന്നത് 2 × 30 ആണ്. 13 എന്ന് പറയുന്നത് 2 × 15 ആണ്. 15 എന്ന് പറയുന്നത് 3 × 5 ആണ്. ഇവിടെ 3യും 5 എന്ത് നമ്പറാണ്, പ്രൈം നമ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൈം നമ്പർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, സി ഹൗ 84 ഈസ് റിട്ടൺ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ലൈക്ക് ദിസ്. ഇതുപോലെ തന്നെ 84 എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൈം ആയിട്ട് തന്നിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 84 എന്ന് പറയുന്നത് 2 × 14 ആണ്. 14 എന്ന് പറയുന്നത് എന്താണ്, ഈ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കൂ, 84 എന്ന് പറയുന്നത് 2 × 14 ആണ്. 42 എന്ന് പറയുന്നത് 2 × 21 ആണ്. 21 എന്ന് പറയുന്നത് 3 × 7 ആണ്. ഈ 3 × 7 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയിട്ട് വന്നു. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 84 എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. 2 × 2 = 2 × 2 × 3 × 7. ഓക്കെ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇതിൻ്റെ എന്തായിട്ട് എഴുതുക, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുമ്പോൾ എഴുതുന്നത്. അപ്പോൾ 84 എന്ന് പറയുന്നത് 2 × 2 × 3 × 7 എന്നുള്ളതായിട്ട് മാറും. ദെൻ ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ യു റൈറ്റ് ദ നമ്പേഴ്സ് ബിലോ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. ഇതിനെ പ്രൈംസ് ആയിട്ട്, പ്രൊഡക്റ്റ് പ്രൈംസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 24 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്നാമത്തെ ആൻസർ ഇവിടെ എഴുതി കൊടുക്കാം. 24 എന്ന് പറയുന്നത് എന്താണ്, 2 × 12 ആണ്. 12 എന്ന് പറയുന്നതോ 12 = 2 × 6 ആണ്. 6 എന്ന് പറയുന്നത് = 3 × 2 ആണ്. ഇവിടെ എന്താണ്, 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയിട്ട് വന്നു. 2ഉം പ്രൈം നമ്പർ ആണ് അല്ലേ. ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം, 24 ഇങ്ങനെ എഴുതാം. ഇവിടെ 2 12 ദെൻ 2ന് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി 12 ആണ്. 12നെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 2 × 6 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി 6 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 3 × 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ സർക്കിൾ ചെയ്യുക മീൻസ് ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് മനസ്സിലായി 24 എന്ന് പറയുന്നത് എന്താണ്, 24 = 2 × 2 × 3 × 2 ആണ് 24 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 3യും 2ഉം പ്രൈം നമ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 35 ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ 35നെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും എന്നാണ് രണ്ടാമത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 35 എന്ന് പറയുന്നത് എന്താണ്, 35നെ നമുക്കറിയാം 5ൻ്റെ ഡബിളേ വരുള്ളൂ അല്ലേ. അഥവാ 5 × 7 എന്ന് പറയുന്നതാണ് 35 എന്ന് പറയുന്നത്. ഇവിടെ 5ഉം 7ഉം എന്ന് പറയുന്നത് എന്താണ്, പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇനി നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് വരച്ചു കൊടുക്കാം. 35 = 5 7. ഓക്കെ, ഇതിന് രണ്ടിനും നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 35 എന്ന് പറയുന്നത് എന്താണ്, 35 = 5 × 7 ആണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് 36 ആണ് അല്ലേ. 36നെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, 36നെ നമുക്ക് 36 = 2 × 18 എന്ന് എഴുതാം. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, 36 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2ൻ്റെ ഡബിളുള്ളതാണെന്ന് എഴുതാം അല്ലേ, അറിയാമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, 36നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 3ൽ എത്ര പ്രാവശ്യം പോകും, ഒരു പ്രാവശ്യം പോകും. 2 1 16ൽ 18 ടൈം പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി 18 എന്ന് പറയുന്നത് എത്രയാണ്, 18 എന്ന് പറയുന്നത് 2 × 9 ആണല്ലേ. 2 × 9 ആണ് 18 എന്ന് പറയുന്നത്. ഇനി 9 നമുക്ക് വീണ്ടും
സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? 3 ഇൻറ്റു 3 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇത് പ്രൈം നമ്പറായി 3 ഇൻറ്റു 3 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. 36 ഈക്വൽ ടു എന്തെഴുതണം ആദ്യം? 2 ഇൻറ്റു 18 ആണ്. 2ന് സർക്കിൾ ചെയ്യുക. 18 എന്ന് പറയുന്നത് 2 ഇൻറ്റു 9 ആണ്. ഓക്കെ, ഇനി 9 എന്ന് പറയുന്നതോ 3 ഇൻറ്റു 3 ആണ്. അപ്പോൾ ഇനി 36 എന്ന് പറയുന്നത് 36 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഈക്വൽ ടു 3 ഇൻറ്റു 3 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൈം നമ്പർ ആക്കിയിട്ട് എഴുതേണ്ടത്. ഇനി അടുത്തത് ഫോർത്ത് വൺ ആണ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് 60 ആണ് അല്ലേ? 60 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 60 നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ഇറൈസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് ഫോർത്ത് വൺ ആണല്ലേ? ഫോർത്ത് വൺ എന്ന് പറയുന്നത് നമ്പർ 60 ആണല്ലേ? 60 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 60 നമുക്കറിയാം 2 ഇൻറ്റു 30 ആണ് 60 എന്ന് പറയുന്നത്. 30 ആണ്. ഇനി 30 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2 ഇൻറ്റു 15 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 15 എന്നത് നമുക്ക് 5 ഇൻറ്റു 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നമുക്ക് 16 വരച്ചു കൊടുക്കാം. 16 എന്ന് പറയുന്നത് 2 ഇൻറ്റു 30 ആണ്. ദെൻ 30 എന്ന് പറയുന്നത് 2 ഇൻറ്റു 15 ആണ്. 15 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ആണ്. 5ഉം 5ഉം പ്രൈം നമ്പറായി. അതുകൊണ്ട് നമുക്ക് 16 എന്ന് പറയുന്നത് എന്താക്കി എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിഫ്ത്ത് വൺ ആണ്. ഫിഫ്ത്ത് വൺ 100 ആണ്. 100 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2 ഇൻറ്റു 15 100 ആണല്ലേ? ഇനി 15 എന്ന് പറയുന്നതോ 2 ഇൻറ്റു 25 ആണ്. ഇനി 25 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ആണ്. ഇനി നമുക്ക് 100നെ വരച്ചു കൊടുക്കാം. 100 എന്ന് പറയുന്നത് 2 ഇൻറ്റു 50 ആണ്. 50 എന്ന് പറയുന്നത് 2 ഇൻറ്റു 25 ആണ്. 25 എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ആണ്. അപ്പോൾ നമുക്ക് 100 ഈക്വൽ ടു എന്തെഴുതാം? 2 ഇൻറ്റു 2 ഈക്വൽ ടു 5 ഇൻറ്റു 5 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അവിടെ അത് പ്രൈം നമ്പറായിട്ട് വന്നു. ഇനി നമുക്ക് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈം നമ്പർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഏതൊരു നമ്പർ തന്നാലും അതിനെ നമുക്ക് ഈ രീതിയിൽ പ്രൈം ആക്കിയിട്ട് എഴുതാൻ വേണ്ടി കഴിയണം. ഓക്കെ, വൺസ് we write two numbers as a product of prime, it is easy to write the product of these number also as a product of primes. നമുക്കറിയാം 2 നമ്പേഴ്സിനെ ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പിരിച്ച് എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും? ഇവിടെ 12 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 12 എന്ന് പറയുന്നതിനെ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതാം. 30 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ എന്താണ് 12 ഇൻറ്റു 30 എന്ന് പറയുന്നതിന് എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം? 12 ഇൻറ്റു 30 എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ആദ്യം 12നെ എഴുതണം. 12നെ എഴുതുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതി കൊടുക്കുക. പ്ലസ് ഇൻറ്റു എന്തിട്ട് കൊടുക്കുക? 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്നുള്ള 30യുടെ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് എഴുതിയാൽ മാത്രം മതി. On the other hand, to split a number into a product of primes, we first split into the product of any two factors, then split each of these factors into product of primes, and finally put these prime factors together. അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ ഓരോ സംഖ്യയെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് അവസാനം അത് രണ്ടും കൂടെ ടുഗെദർ ആയിട്ട് ഒരുമിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വലിയ നമ്പറിൻ്റെ പ്രൈം ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇനി ഇവിടെ താഴെ പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ 90 എന്ന് പറയുന്നത് എന്താണ്? 90 എന്ന് പറയുന്നത് 9 ഇൻറ്റു 10 ആണല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്താൽ മതി? 9നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. 3 ഇൻറ്റു 3 ആണ് 9 എന്ന് പറയുന്നത്. 10 എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 90 എന്ന് പറയുന്നത് 3 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5 ആണ്. അതിനെല്ലാം കൂടെ ഒരുമിച്ചിട്ട് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ 90 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ആയിട്ട് ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൈം ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം. റൈറ്റ് ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ്. താഴെയുള്ളതിന് എന്താണ്? പ്രൈംസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? 72 ആണ് തന്നിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ 72നെ നമുക്ക് ഇതുപോലെ എഴുതി നോക്കാം. 72 എന്ന് പറയുന്നത് എന്താണ്?
2ൽ പോവുക 72 നമുക്ക് ചെയ്ത് നോക്കണം അല്ലേ. 72 എന്ന് പറയുന്നത് 2ൽ എത്ര തവണ പോകുമെന്ന് നോക്കണം. സോ 7ൽ എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് പോകും. 6 ഇവിടെ ബാക്കി 1 1 2 12 എന്ന് പറയുന്നത് 3 × 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. അടുത്ത എന്താണ്? 72 എന്ന് പറയുന്നത് 2ൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 36 തവണ പോകുന്നതാണ്. ഇനി 36നെ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3ൽ 1 ടൈം പോവും. 2 16 16ൽ എത്ര പ്രാവശ്യം പോവും? 80. അപ്പോൾ എന്താണ് ഇവിടെ 18 എന്ന് കിട്ടി. ഇനി 18 നമുക്കറിയാം എന്താണ്? 9 × 2 ആണ് 18 എന്ന് നമുക്കറിയാം. അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. 9 എന്ന് പറയുന്നതോ? 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. അപ്പോൾ 3 × 3 എന്ന് പറയുമ്പോൾ പ്രൈം നമ്പർ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുക 72 = 2 × ഇവിടെയുള്ള ഈ നമ്പേഴ്സ് ഒക്കെ ഒരുമിച്ച് എഴുതി കൊടുക്കുകയാണ്. 2 × 2 × 2 × 3 × 3 എന്ന് പറയുന്നതാണ് 72 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 105 ആണല്ലേ. സോ സെക്കൻഡ് വൺ 105 ആണ്. 105ൽ ഏതാ പോകുന്നത്? 5 ആവും പോവുക അല്ലേ. 5 എത്ര ടൈം പോകുമെന്ന് നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. 5 10ൽ 2 ടൈംസ് പോവും. 10 ബാക്കി 5 ആണുള്ളത്. 5ൽ എത്ര പ്രാവശ്യം പോവും? 1 ടൈം പോവും. അപ്പോൾ എത്രയാണ്? 21 ആണ് കിട്ടുന്നത്. ഇനി 21 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ് നമുക്ക് അറിയാമല്ലേ. ഏതാണ്? 3 × 7 ആണ് 21 എന്ന് പറയുന്നത്. 3 × 7. അപ്പോൾ 3യും 7യും എന്തായിട്ട് വന്നു? പ്രൈം നമ്പർ ആയിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യേണ്ട. ഇനി നമുക്ക് എഴുതി കൊടുക്കാം 105 = 5 × 3 × 7 എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് തേർഡ് വണ്ണിലേക്ക് പോയാലോ. തേർഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? 144 ആണ് വരുന്നത് അല്ലേ. 144 ആണ്. അത് നമുക്കിത് റൈസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, തേർഡ് വൺ 144 ആണ്. ഇത് നമുക്കറിയാം. ഇത് 2ൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. 144 ÷ 2. 14ൽ 7 ടൈംസ് പോവും. 14 4ൽ എത്ര പ്രാവശ്യം പോവും? 2 ടൈംസ് പോവും. അപ്പോൾ എത്രയായി? 72 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി 72 എന്ന് പറയുന്നത് നമുക്ക് 2ൽ ചെയ്യാൻ വേണ്ടി പറ്റും. 72 ÷ 2. 7ൽ 3 ടൈംസ് പോവും. 6 ബാക്കി 1. 12ൽ എത്ര പ്രാവശ്യം പോവും? 6 ടൈംസ് പോവും. അപ്പോൾ 36 എന്നുള്ളത് കിട്ടി. ഇനി 36നെ നമുക്ക് എന്ത് വീണ്ടും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. 36 ÷ 2. 3 1 ടൈം പോവും. 2 1 16. 16ൽ 80 ടൈംസ് പോവും. അപ്പോൾ 18 എന്ന് എഴുതി കൊടുക്കുക. 18 എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ്? 9ലാണല്ലേ. അപ്പോൾ 18 നമുക്ക് 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടും. 9 എന്ന് പറയുന്നത് 3 × 3 ആണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാം കിട്ടി. 3 × 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആയിട്ട് വന്നു. സോ അതുകൊണ്ട് 144 = 2 × 2 × 2 × 2 1 2 3 4 2 ആണുള്ളത് അല്ലേ. × 3 × 3 എന്ന് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാണ് നമ്പറായിട്ട് വന്നിട്ടുള്ളത്? 330 ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. ഫോർത്ത് വൺ ആണ് 330. ഇതിനെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യണം? നമുക്കിതിനെ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 3ൽ എത്ര പ്രാവശ്യം പോവും? 1 ടൈം പോവും അല്ലേ. ബാക്കി 2 ഉണ്ടായിരിക്കും. 23ൽ എത്ര പ്രാവശ്യം പോവും? അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കാം. 330 ÷ 2. 3ൽ 1 ടൈം പോവും. 2 ബാക്കി 1. 13ൽ 6 ടൈംസ് പോവും. 12 ബാക്കി 1. 10ൽ എത്ര പ്രാവശ്യം പോവും? 10ൽ 5 ടൈംസ് പോവും. അപ്പോൾ 165 എന്ന് ഉത്തരം കിട്ടും. 165നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ? 5 ആണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. സോ നമുക്ക് 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 165 ÷ 5. 16ൽ എത്ര പ്രാവശ്യം പോവും? 3 ടൈംസ് പോവും. 15 ബാക്കിയുള്ളത് 1 വീണ്ടും 15 വന്നു. അപ്പോൾ 33 എന്ന് ആൻസർ കിട്ടി. സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 33 എന്ന് ആൻസർ കിട്ടും. ഇനി 33നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 3 എത്ര പ്രാവശ്യം പോവും? 11 ടൈം പോവും. 11 നമ്മൾ എന്താണ്? പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതി കൊടുത്താൽ മതി? 330 = 2 ×
5 ഇൻറ്റു 3 ഇൻറ്റു 11 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റ് വണ്ണാണ് നോക്കാനുള്ളത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 900 ആണല്ലേ. 900ൽ നമുക്ക് ഏതൊക്കെ പോകുമെന്നുള്ളത് നോക്കാം. 900 ആണ്. സോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഫിഫ്ത്ത് വണ്ണ് 900നെ നമുക്ക് ആദ്യം തന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 900 ഡിവൈഡഡ് ബൈ 2 ആണ്. 9ൽ 4 ടൈംസ് പോവും, 8. ബാക്കി 1. 10ൽ എത്ര പ്രാവശ്യം പോവും? 5 ടൈംസ് പോവും. പിന്നെ 0 ഉണ്ട്, 0 എടുത്ത് എഴുതുക. അപ്പോൾ 450 എന്ന് കിട്ടും. ഇനി 450യെ നമുക്ക് 200 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 225 എന്ന് കിട്ടും. 225നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കണം കേട്ടോ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 45 എന്ന് കിട്ടും. 45നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം 5 ഇൻറ്റു 9 ആണെന്നറിയാം. 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ലാസ്റ്റ് ഇതിൻ്റെ ഫാക്ടർ എഴുതി കൊടുക്കാം. 900 ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, അതാണ് 900 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു എന്താ പറയുക പ്രോബ്ലംസും അതിൻ്റെ ആൻസേഴ്സും എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓൾ ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, ഇത് റൈസ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാർക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Once we know the prime factor of a number, we can find all its factors. ഒരു സംഖ്യയുടെ പ്രൈം നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ദ പ്രൈം ഫാക്ടർ ഓഫ് 6, 2, 3. വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ്? ഇപ്പോൾ 2, 3, 6 എന്ന് പറയുന്നതിന് ബാക്കിയുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 1 വരും അല്ലേ. അതുപോലെ തന്നെ 1, 2, 3, 6 എന്ന് വരും. ഈ 6ന് വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് വരുന്നുണ്ടോ? 6ന് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് ആ 6ൻ്റെ ഫാക്ടേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. ദെൻ ഇവിടെ പറയുന്നുണ്ട് ലൈക്ക് ലെറ്റ്സ് ടേക്ക് 15 നെക്സ്റ്റ്. വാട്ട് ഈസ് ദ പ്രൈം ഫാക്ടേഴ്സ്? 15 എന്ന് പറയുന്നതിൻ്റെ പ്രൈം ഫാക്ടറായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 15 എന്ന് പറയുന്നത് നമുക്ക് 1 ഇൻറ്റു 5 15 എന്നാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ദെൻ 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്താണ്? 15 ആണല്ലേ. പിന്നെ വേറെ ഏതെങ്കിലും 15 ആയിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് 1, 3, 5, 15 ഇതൊക്കെ എന്താണ് ഫാക്ടറായിട്ട് വരുന്നതാണ്. Like this, can you write first write 21 as a factor of 2 primes and then find all its factors. 21 എന്ന് പറയുന്നതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് നമുക്ക് അറിയാം 1 ഇൻറ്റു 21 എന്ന് പറയുന്നത് എന്താണ്? 21 എന്നായിട്ട് വരും. അതുപോലെ തന്നെ 3 ഇൻറ്റു 7 എന്ന് പറയുന്നതും 21 ആയിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു 21ൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് താഴെയുള്ളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ. താഴെയുള്ള നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 35 ആണ്. 35 എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? നമുക്കറിയാം 5 ഇൻറ്റു 7 എന്ന് പറയുന്നതാണ് 35 ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഓക്കെ, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഈ 5 വരും, ഒന്ന് 7 വരും അല്ലേ. പിന്നെ നമുക്കറിയാം എല്ലാ നമ്പറിൻ്റെയും പ്രൈം ആയിട്ട് വരുന്ന ഒന്നാണ് 1 എന്ന് പറയുന്നതും ആ ഒരു നമ്പറും. അപ്പോൾ ഇവിടെ ഫാക്ടർ എന്ന് പറയുന്നത് 5, 7, 1, 5 ഇതൊക്കെയാണ് ഫാക്ടറായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആണ് 77 എന്നുള്ളതാണ് അല്ലേ. 77 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 77 നമുക്ക് 1 ഇൻറ്റു 77 എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. 1 ഇൻറ്റു 77 എഴുതാം. അതുപോലെ തന്നെ 11 ഇൻറ്റു ഇക്വൽ ടു 11 ഇൻറ്റു 7 ആക്കിയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് 1 വരും, ഒന്ന് 77 വരും, ഒന്ന് 11 വരും, ഒന്ന് 7 വരും. ഓക്കെ, ഇനി തേർഡ് വൺ നോക്കാം. തേർഡ് വൺ എന്ന് പറയുന്നത് 26 ആണ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ. 26നെ നമുക്ക് ഒന്നുകിൽ 1 ഇൻറ്റു 26 എഴുതാം, അല്ല എന്നുണ്ടെങ്കിൽ 2 ഇൻറ്റു 13 എന്ന് പറയുന്നതും 26 ആണ്. അപ്പോൾ ഇവിടെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 26, 2, 13 എന്നിവ വരും. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർത്ത് വൺ ആണ്. ഫോർത്ത് വൺ 51 ആണല്ലേ.
51 എന്ന് പറയുന്നത് ഒന്നുകിൽ 1 ഇൻറ്റു 51 എഴുതാം, അല്ലെങ്കിൽ 3 ഇൻറ്റു 17 എന്നായിട്ട് എഴുതുന്നതും 51 ആണ്. അപ്പോൾ ഇവിടെ ഫാക്ടർ ആയിട്ട് വരുന്നത് 1, 51, 3, 17 ഇതൊക്കെയാണ് ഫാക്ടർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5th വൺ ആണ്. 95 ആണ് അവിടെ വന്നിട്ടുള്ളത്. 95നെ നമുക്ക് എന്തെഴുതാം? 19 ഇൻറ്റു 5 എന്ന് പറയുന്നത് 95 ആണ്. അപ്പോൾ ഇവിടെ ഫാക്ടർ ആയിട്ട് വരുന്നത് 19, 5, 1, 95. ഓക്കെ, ഇത്രയും നമ്പേഴ്സാണ് അവിടെ ഫാക്ടർ ആയിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞു. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് 3 ഡിഫറെൻറ്റ് പ്രൈംസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് 30 എന്ന് പറയുന്നത് 2 ഇൻറ്റു 3 ഇൻറ്റു 5 ആണ് അല്ലേ. അപ്പോൾ അപ്പാർട്ട് ഫ്രം 2, 3, 5, 2 other factors 3, 1 and 30. As seen for other numbers, does 30 have any other factor? അപ്പോൾ എന്താണ് പറയുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലായി ഇവിടെ ഏതൊക്കെയാണ് ഫാക്ടർ ആയിട്ട് വരുന്നത്. ഫാക്ടർ ആയിട്ട് വരുന്നത് 2 വരും, 3 വരും, 5 വരും. അതിൻ്റെ കൂടെ തന്നെ 30യും 1ഉം വരും അല്ലേ. ഇനി 30ക്ക് വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ താഴെ പറയുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് 30, 2 ഇൻറ്റു 3 ഇൻറ്റു 5. അതുപോലെ തന്നെ 6 ഇൻറ്റു 5 എന്ന് പറയുന്നതും എന്താണ്? 30 ആണ്. അപ്പോൾ അതിന് വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 6ഉം വരുന്നതാണ്. സോ ഈസ് ഇൻ 6 ഓൾസോ എ ഫാക്ടർ ഓഫ് 30? 30യുടെ ഒരു ഫാക്ടർ അല്ലേ 6 എന്ന് പറയുന്നത്. ക്യാൻ യു ഫൈൻഡ് അതർ 2 ഫാക്ടേഴ്സ്? ഇനി വേറെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണുള്ളത് എന്ന് കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഏതൊക്കെയാണ്? 2, 3, 5 എന്ന് പറയുന്നത് പ്രൈം ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, 6, 10, 5 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടർ ആണ്. പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Write each of the numbers below as a product of 3 primes and find all its factors. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ താഴെയുള്ള നമ്പേഴ്സിൻ്റെയൊക്കെ പ്രൈം ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്ന പോലെ നമുക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 66 ആണ് അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 66 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 66നെ നമുക്കൊന്ന് എഴുതി നോക്കാം. നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 6ൽ എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് പോകും. 33 എന്ന് വരും. 33നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? 66 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 11 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു 2 ഇൻറ്റു 3 എന്ന് പറയുന്നതിൻ്റെ അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? പ്രൈം ഫാക്ടറായിട്ട് വരുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 പ്രൈം ഫാക്ടർ 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 എന്ന് വരും. അതുപോലെ തന്നെ 2 ഇൻറ്റു 11 എന്ന് പറയുന്നത് ഏതായിട്ട് വരും? 22 ആയിട്ട് വരും. 3 ഇൻറ്റു 11 എന്ന് പറയുന്നത് 33 ആയിട്ട് വരും. അപ്പോൾ 60ൻ്റെ ഏതൊക്കെയാണ് പ്രൈം ഫാക്ടേഴ്സ്, പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്ക് എഴുതി കൊടുക്കാം. ഒന്ന് 1 എന്ന് വരും. അതുപോലെ തന്നെ ഏതൊക്കെ വരും? 2 എന്ന് വരും. പിന്നെ ഇവിടെ ഏതാണ്? 3 അല്ലേ. 3 എന്ന് വരും. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? പിന്നെ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം വരും അല്ലേ. അഥവാ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് 6 എന്നുള്ളത് വരും അല്ലേ. 2 ഇൻറ്റു 3 എന്നുള്ളതിൽ 6 വരും. അതുപോലെ തന്നെ 22 എന്നുള്ളത് വരും. 33 എന്നുള്ളത് വരും. 66 എന്നുള്ളത് എന്തായാലും വരും. അപ്പോൾ ഇത്രയും പ്രൈം ഫാക്ടേഴ്സ് അഥവാ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 3 പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയായിട്ടാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഏതാണ്? 70 ആണല്ലേ. രണ്ടാമത്തത് ഇവിടെ എഴുതി കൊടുക്കാം. 70 എന്നുള്ളതാണ്. 70നെ നമുക്ക് 2 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 70 ഡിവൈഡ് ചെയ്ത് നോക്കുക, 35 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. 35നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 7 എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് മനസ്സിലായി 70 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 2 ഇൻറ്റു 5 ഇൻറ്റു 7 ആണ്. ഇനി നമുക്ക് ഈ 3 പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഫാക്ടറും കൂടെ കാണണം അല്ലേ. ഏതൊക്കെയാണ്? 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. 7 ഇൻറ്റു 2 എന്ന് പറയുന്നത് 14 ആണ്. അതുപോലെ തന്നെ
അതുപോലെ നെക്സ്റ്റ് വരുന്നത് എന്താണ് 5 ഇൻറ്റു 7 എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ ഇവിടെ 17 എന്നതിൻ്റെ 3 പ്രൈം ഫാക്ടേഴ്സ് വരുന്നത് ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു എപ്പോഴും 1ഉം 70ഉം വരുമെന്ന് പറഞ്ഞു. ഇനി ഇവിടെ നോക്കൂ 2ഉം 5ഉം 7ഉം ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം എഴുതുക 2 5 7. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് കിട്ടിയിട്ടുള്ളത് 10 ആണ്, മറ്റൊന്ന് 14 ആണ്, മറ്റൊന്ന് 35 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് 17 എന്നതിൻ്റെ എന്തായിട്ട് വരുന്നത്? പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 105 ആണ് വന്നിട്ടുള്ളത് അല്ലേ. 105 ഇത് ഇറേസ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് നോക്കാം. 105 ആണ് തേർഡ് വൺ. 105 ഇതിനെ നമുക്ക് ആദ്യം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൽ 2 ടൈംസ് വരും, 5ൽ 1 21 എന്ന് വരും. 21 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3ൽ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 7 ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിന് എന്ത് കിട്ടി? പ്രൈമറി ആയിട്ടുള്ളത് കിട്ടി. അപ്പോൾ 105 എന്ന് പറയുന്നത് 5 ഇൻറ്റു 3 ഇൻറ്റു 7 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പ്രൈം ഫാക്ടറിൻ്റെ പ്രൊഡക്റ്റ് കിട്ടണം അല്ലേ. അഥവാ 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15 ആണ്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് എത്ര നോക്കാം? നെക്സ്റ്റ് 3 ഇൻറ്റു 7 എന്ന് പറയുന്നത് 21 ആണ്. ദെൻ 5 ഇൻറ്റു 7 എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ 105ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 105, ദെൻ 5 3 7, പിന്നെ ഏതൊക്കെ വരും? 15 21 35 ഇത്രയും നമ്പേഴ്സ് വരുന്നതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വൺ ആണ് നോക്കാനുള്ളത് അല്ലേ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് വൺ ആണ്. 110 ആണ് നോക്കാനുള്ളത്. നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഫോർത്ത് വൺ 110. ഇതിനെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 55 എന്ന് കിട്ടും. 55നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 11 എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലായി 110 എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു 11 ആണ്. ഇനി ഇതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് നോക്കാം. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. 5 ഇൻറ്റു 11 എന്ന് പറയുന്നത് 55 ആണ്. ദെൻ 11 ഇൻറ്റു 2 എന്ന് പറയുന്നത് 22 ആണ്. സോ 110 എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഫാക്ടർ? 1 110, 2 5 11, ദെൻ 10 55 22 ഇത്രയും നമ്പേഴ്സിൻ്റെ ഫാക്ടറാണ് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 130 ആണ് വരുന്നത് അല്ലേ. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 130 ആണ് ഫിഫ്ത്ത് വണ്ണ്. 130യെ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. 13ൽ എത്ര പ്രാവശ്യം വരും? 12 ആണ്. 6 ടൈംസ് വരും. 10ൽ 5 ടൈംസ് വരും. സോ 65നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വരുന്നത് 30 ആണ്. 30 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. സോ 130 ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു 30 ആണ്. ഇനി ഇതിൻ്റെ പ്രൈം ഫാക്ടർ നോക്കാം. 2 ഇൻറ്റു 5 എന്ന് പറയുന്നത് 10 ആണ്. 3 ഇൻറ്റു 13 എന്ന് പറയുന്നത് 65 ആണ്. ദെൻ 2 ഇൻറ്റു 13 എന്ന് പറയുന്നത് 26 ആണ്. അപ്പോൾ 130 എന്ന് പറയുന്നത് 130, 2 5 13, ദെൻ 10 65 26 ഇത്രയുമാണ് പ്രൈം ഫാക്ടറായിട്ട്, പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടറായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ചെയ്ത് നോക്കിയപ്പോൾ ഈസി ആണല്ലേ. പറയുമ്പോഴാണ് കുറച്ച് കൺഫ്യൂഷൻ, ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ഇനി അടുത്തത് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദ പ്രൈം നമ്പേഴ്സ് കണ്ടിന്യൂഡ് ലൈക്സ് 2 3 5 7 11. നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 3 5 7 അങ്ങനെയാണ് വരുന്നത് അല്ലേ. ദ ഓൺലി ഈവൻ നമ്പേഴ്സ് എമംഗ് ദം ഈസ് 2. ഇവിടെ ഈവൻ നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? 2 മാത്രമാണ്. ഓൾ ദ പ്രൈം ആഫ്റ്റർ ആഡ് ഓഡ് നമ്പേഴ്സ്. ഒരു പ്രൈം നമ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതിനെ ഓഡ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. എനി ഈവൻ നമ്പർ ഗ്രേറ്റർ ദാൻ 2 ഹാസ് ദ ഫാക്ടർ 2 അതർ ദാൻ 1 ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ്. ഇപ്പോൾ 2നേക്കാൾ വലിയ ഏതൊരു ഇരട്ടസംഖ്യ വന്നാലും ആ സംഖ്യയല്ലാതെ ഒരു ഘടകമായിട്ട് 2 മാത്രമേ ഉള്ളൂ. ബട്ട് നോട്ട് അറ്റ് ഓൾ ഓഡ് നമ്പർ ആർ പ്രൈംസ്. എല്ലാ ഓഡ് നമ്പറും പ്രൈംസ് ആണോ? 9 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്.
9 എന്ന് പറയുന്നത് എന്താണ് പറയുക, പ്രൈം നമ്പർ ആണോ? അല്ല. 3 into 3 എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ അവിടെ 3 ആണ് പ്രൈം ആയിട്ട് വരുന്നത്. സോ വി ഡോണ്ട് സീ എനി ഡിഫൈൻഡ് പാറ്റേൺ ഫോർ ഓഡ് പ്രൈംസ്. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ 3, 5, 7 വിച്ച് ആർ 2 പാർട്ട്, ദ നെക്സ്റ്റ് പ്രൈം ഈസ് നോട്ട് 7 ബട്ട് 11. എന്താണ്? ഇപ്പം നമുക്കറിയാം 3, 5, 7 എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഈ ഓഡ് നമ്പർ ആണ് അല്ലേ. പക്ഷെ അടുത്തെന്ന് പറയുന്നത് 9 ആണ്. പക്ഷെ 9 എന്ന് പറയുന്നത് അവിടെ എന്താണ്, പ്രൈം നമ്പർ അല്ല, അവിടെ 11 ആണ് പിന്നെ പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്. ദെൻ ഡിഫറൻറ്റ് ബിറ്റ്വീൻ 7, ദ നെക്സ്റ്റ് പ്രൈം 11 ആൻഡ് ഈസ് 4. എന്താണ് അവിടെ എന്ന് പറയുന്നത് 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 8, 9, 10, 11 4 നമ്പർ കഴിഞ്ഞിട്ടാണ് അടുത്ത ഒരു പ്രൈം നമ്പർ നമുക്ക് കിട്ടുന്നത്. എഗെയിൻ ആഫ്റ്റർ ദ 31 ദ നെക്സ്റ്റ് പ്രൈം ഈസ് 37. ഇപ്പോൾ 31 എന്ന പ്രൈം നമ്പർ കഴിഞ്ഞാൽ പിന്നെ 37 ആണ് നമുക്ക് പ്രൈം കിട്ടുന്നത്. ദെൻ ദ പ്രൈം ആഫ്റ്റർ 89 ഈസ് 87. ആ 89 കഴിഞ്ഞാൽ പിന്നെ 87 ആണ് കിട്ടുന്നത്. അവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. സോ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം എല്ലാ നമ്പറും നമ്മൾ എഴുതി കൊടുക്കുക. അതിൽ നിന്നും എന്ത് ചെയ്യണം, നമ്മൾ അതിൽ നിന്നും അതിൽ നിന്നും 2 ഒഴികെയുള്ള എല്ലാ 2ൻ്റെ മൾട്ടിപ്ലൈസും നമ്മൾ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതാണ് കട്ട് ചെയ്തിട്ട് അടുത്തതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, 3ൻ്റെ മൾട്ടിപ്ലൈസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കളയണം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് 5ൻ്റെ മൾട്ടിപ്ലൈസും കട്ട് ചെയ്ത് കളയണം. ദെൻ ഇഫ് യു റിമൂവ് ദ മൾട്ടിപ്ലൈസ് ഓഫ് 7 ഇൻ ഇറ്റ് സെൽഫ് ഓൾസോ വി ക്യാൻ സീ ദ അതർ മൾട്ടിപ്ലൈസ് എക്സേർട്ട് ദംസെൽഫ് ഇൻ ദ അതർ നമ്പർ റിമെയിൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 7ൻ്റെ മൾട്ടിപ്ലൈസും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമ്പേഴ്സ് കിട്ടും. ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന്. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 43, 47. ഇതൊന്നും ഒരു നമ്പറിൻ്റെയും മൾട്ടിപ്ലൈസ് ആയിട്ട് വരുന്നതല്ല. അപ്പോൾ നമുക്ക് പ്രൈംസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 15നേക്കാൾ ചെറിയ സംഖ്യകളിൽ ഏതൊക്കെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ചോദിച്ചാൽ ഇത്രയുമാണ് പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്. ഇത് 15നേക്കാൾ ചെറുതായിട്ടുള്ള, അഥവാ നമ്മൾ 1 to 15 വരെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി 1 to 100 വരെ എഴുതുമ്പോൾ നമുക്ക് പിന്നെയും കിട്ടും. അപ്പോൾ 1 to 15 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാൻ നമുക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ഓൾ പ്രൈംസ് ലെസ് ദാൻ 100. ഫൈൻഡ് ദ പ്രൈംസ് ദാറ്റ് ഡിഫർ ബൈ 2 എമംഗ് ദീസ്. നമ്മൾ എന്താണ് നമ്മൾ നേരത്തെ നോക്കിയത് 15ൻ്റെ പ്രൈം നമ്പേഴ്സ് ആണ് നോക്കിയത് അല്ലേ. ഇത് നമുക്ക് 100ൻ്റെ പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ കൂട്ടുകാർ നേരത്തെ എഴുതിയ പോലെ തന്നെ 100 വരെ എഴുതുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം 2ൻ്റെ മൾട്ടിപ്ലൈസ്, 3ൻ്റെ മൾട്ടിപ്ലൈസ്, 7ൻ്റെ മൾട്ടിപ്ലൈസ് ഒക്കെ കട്ട് ചെയ്തിട്ട് കളയാം. അപ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നുള്ളത് പറയാം, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് ആൻസർ. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ വരിക എന്നുള്ളത് പറഞ്ഞുതരാം. 2 നമ്മൾ നേരത്തെ അവിടെ കണ്ടിട്ടുള്ള നമ്പേഴ്സൊക്കെ വരും. 2, 3, 5, 7, 11, 30, 70, 90, 23, 29, 31, 37, 41, 43, 47. ഇത്രയും അവിടെ തന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഇത്രയുമാണ് പ്രൈം നമ്പേഴ്സായിട്ട് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് 2ൻ്റെ ഇതായിട്ട് വരുന്നത്, ഇവയിലെ വ്യത്യാസം 2 ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കവിടെ എഴുതി കൊടുക്കണം അല്ലേ. ഏതൊക്കെയാണ് അങ്ങനെയുള്ള നമ്പേഴ്സ് എന്നുള്ളതാണ്. ഡിഫർ ബൈ 2 വരുന്നത് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് 3യും 5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5, 7 എന്നുള്ള അടുത്തൊരു പെയറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 11 and 13 എന്ന് പറയുന്ന പെയർ വരും. അതിനുശേഷം 17 and 19 എന്ന് വരുന്ന പെയർ വരും. ദെൻ 29, 31 എന്ന് വരുന്ന പെയർ വരും. അതിനുശേഷം 41, 43 എന്ന് വരുന്ന പെയർ വരും. ദെൻ 59, 61 എന്ന് പറയുന്ന പെയർ വരും. 71, 73 എന്ന് പറയുന്ന പെയറും വരും. ഇത്രയും പെയേഴ്സാണ്
ടു എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ടു എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ ദ പ്രൊഡക്റ്റ് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ് ബി എ പ്രൈം? രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പ്രൈം ആയിട്ട് വരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? 1, 2, 3, 4, 5 തുടങ്ങിയതാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ 2 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടുന്നതാണ്? 1 × 2 എന്ന് പറയുന്നതാണ്. 1ഉം 2ഉം നാച്ചുറൽ നമ്പർ അല്ലേ? അതെ. 3 എന്ന് പറയുന്ന അടുത്തൊരു പ്രൈം എടുക്കുകയാണെന്ന് വിചാരിക്കുക. 1 × 3 ആണ് എന്ത് പറയുന്നത്? 3 എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പ്രൈം നമ്പർ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 7 എന്ന് പറയുന്നത് 1 × 7 ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റേതാണ്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? എസ് എന്ന് എഴുതി കൊടുക്കണം. രണ്ട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാൻ ദ സം ഓഫ് ടു പ്രൈം നമ്പേഴ്സ് ബി പ്രൈം? രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് വരുമോ എന്നാണ്? പ്രൈം ആയിട്ട് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് പ്രൈം നമ്പർ? 2, 3, 5, 7, 11 അങ്ങനെ പോകുന്നതാണ് അല്ലേ. ഇവിടെ 2 + 3 എന്നുള്ളത് നോക്കൂ, എത്രയാണ് വരുന്നത്? 5 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറാണ്. ഇനി വേറെ ഏതെങ്കിലും എടുക്കൂ. 2 × 5 എന്ന് പറയുന്നത് 7 ആണ്. 7 എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. അപ്പോൾ അതും വരുന്നതാണ്. അപ്പോൾ ഇവിടെ എസ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അവരുടെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. നമ്മളെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കുമായിട്ട് നമുക്ക് ഉടൻ തന്നെ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.